രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, അവിടുത്തെ സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ടും സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടും ഉയരുന്ന വിവാദങ്ങൾ പലതവണ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ളതാണ്. പക്ഷേ വളരെ ഗൗരവതരമായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. ഈ പീഠം കണ്ടെത്തി എന്നുള്ളത് വലിയ ആശ്വാസമാണ് എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടും സ്വർണ്ണപീഠവുമായും ബന്ധപ്പെട്ടും ഒക്കെ ദേവസ്വം ബോർഡിന് കാര്യക്ഷമതയിൽ ഉത്തരവാദിത്വത്തിൽ ഒക്കെ കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് തർക്കമൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഈ സ്പോൺസറുടെ ഒരു ഗൂഢ ലക്ഷ്യം എന്താണ് എന്നത് സംബന്ധിച്ചു കൂടി ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഈ പീഠം വെച്ച് പൂജിച്ചിരുന്നു എന്നും അതിനുവേണ്ടി പിരിവ് നടത്തിയിരുന്നു എന്നത് അടക്കമുള്ള കണ്ടെത്തലുകൾ കൂടി വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഏതൊരു അമ്പലമോ പള്ളിയോ ആവട്ടെ, അതിനോടനുബന്ധിച്ചുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ആർട്ടിഫാക്ട്സിന് അതിന്റെ മെറ്റീരിയൽ വാല്യൂ അല്ല, അതിനൊരു സ്പിരിച്വൽ കൾച്ചറൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഇത് സ്വർണ്ണപീഠം എന്നതിലുപരി ശബരിമല എന്ന പവിത്രമായ ക്ഷേത്രത്തിന്റെ അതിന്റെ വസ്തുവകകളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിനെ കുറെ കൂടെ സൂക്ഷ്മതയോടെ ദേവസ്വം ബോർഡ് ഉപയോഗിക്കണമായിരുന്നു. ഞാൻ മാതൃഭൂമി.comൽ നിന്ന് വായിച്ചതാണ്, ഈ മാസം 25-നാണ് ഈ പീഠം ആ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പം മനഃപൂർവ്വം ഇത് ഒളിപ്പിക്കാനൊരു ശ്രമം നടന്നോ എന്നൊരു സംശയം തോന്നും. കാര്യം വിവാദങ്ങൾ കത്തിച്ചു നിർത്താനും അതേപോലെ ഈ മനഃപൂർവ്വം കൊണ്ട് ഒളിപ്പിച്ചതാണോ? അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം വേണം. ദേവസ്വം ബോർഡിന് കുറെ കൂടി ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം ദേവസ്വം ബോർഡിന്റെ ഒരാൾ കൂടെ പോയില്ല, കൃത്യമായി രേഖപ്പെടുത്തിയില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ വേണം. സാധാരണ ഭക്തർക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമൊന്നുമില്ല. കാര്യം ഏത് ദേവസ്വം ബോർഡാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും അയ്യപ്പന്റെ സ്വത്തുവകകൾ അത് നിയമപ്രകാരം കൂടി അങ്ങനെയാണ്. നമ്മുടെ കോടതികളൊക്കെ എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അയ്യപ്പന്റെ ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന കാര്യം ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യാനും മിസ്പ്ലേസ് ചെയ്യാനും അബ്യൂസ് ചെയ്യാനും വിവാദങ്ങളുടെ കാരണമാകുന്ന കാര്യം വളരെ വേദനാജനകമാണ്. ഈ സഹോദരിയുടെ വീട്ടിൽ എന്തിനാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ തന്നെ കൊണ്ടുപോയി എന്ന കാര്യം കൂടി അന്വേഷിക്കണം. അപ്പം ദേവസ്വം ബോർഡിന്റെ കാര്യക്ഷമതയില്ലായ്മ തീരസായ ഒരു വിഷയമാണ്. പക്ഷേ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണോ കൊണ്ടുപോയത് എന്നും കൂടി അന്വേഷിക്കണം. പ്രത്യേകിച്ച് ഭഗവാന്റെ സ്വത്ത് കുറെ കൂടി സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ദേവസ്വം ബോർഡിന് ഇതൊരു വേക്കപ്പ് കോളാണ്. ഇനിയെങ്കിലും ഇതിനൊക്കെ കൃത്യമായ പ്രോസസ്സും പ്രൊസീജിയറും ഉണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഫോളോ ചെയ്തില്ലെന്നാണ് പ്രഥമ ദൃഷ്ടിയാണ് നമുക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്. ഇപ്പോൾ